പ്രൈസ് ദി ലോർഡ്. സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയെ ആസ്പദമാക്കി പാസ്റ്റർ നെൽസൺ ലോറൻസ് തയ്യാറാക്കിയ ചില ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ആത്മാവും ജ്ഞാനവുമുള്ള യഹൂദ മതാനുസാരിയായ ശിഷ്യൻ ആരാണ്? ഉത്തരം: നിക്കോലോവോസ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: ഏകനായി നിലം വിറ്റു പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആരാണ്? ഉത്തരം: യോസെഫ്. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് ആരിലൂടെയാണ്? ഉത്തരം: യോവേൽ പ്രവാചകനിലൂടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16-21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആർക്ക് ന്യായാധിപതിയായിട്ടാണ് യേശുക്രിസ്തു ദൈവത്താൽ നിയമിക്കപ്പെട്ടത്? ഉത്തരം: ജീവികൾക്കും മരിച്ചവർക്കും. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാമത്തെ തിരുവചനം. അടുത്ത ചോദ്യം: ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഏത് പട്ടണത്തിലാണ്? ഉത്തരം: ശമര്യയിൽ. 8-ാം അധ്യായം 5-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: യോസഫിനോട് അസൂയപ്പെട്ടത് ആരാണ്? ഉത്തരം: ഗോത്രപിതാക്കന്മാർ. 7-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: അധികാരിയും ന്യായകർത്താവുമാക്കിയവനെ തള്ളിയപ്പോൾ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ആരെയാണ് അയച്ചത്? ഉത്തരം: ദൈവം മോശയെ. 7-ാം അധ്യായം 35-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: തിരുവെഴുത്താധാരമാക്കി സുവിശേഷം കേട്ടത് ആരാണ്? ഉത്തരം: ഷണ്ണൻ. 8-ാം അധ്യായം 34-35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പത്രോസ് പറയുന്നവർ ആരെല്ലാമാണ്? ഉത്തരം: യോസെഫും മത്തിയാസും. 1-ാം അധ്യായം 21-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഇസ്രായേൽ മക്കൾ നമസ്കരിപ്പാനുണ്ടാക്കിയ സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: മൊലോക്കിൻ്റെ കൂടാരവും രഫാൻ ദേവൻ്റെ നക്ഷത്രവും. 7-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. അടുത്ത ചോദ്യം: ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖേന മുൻപേ അറിയിച്ചത് എന്താണ്? ഉത്തരം: ക്രിസ്തു കഷ്ടമനുഭവിക്കും. 3-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: പത്രോസും യോഹന്നാനും കൈവച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ച ദേശക്കാർ ആരാണ്? ഉത്തരം: ശമര്യർ. 8-ാം അധ്യായം 14-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആത്മാവ് അസ്തോദിലേക്ക് കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം: ഫിലിപ്പോസിനെ. 8-ാം അധ്യായം 39-40 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ദൈവത്തിന് വിരോധമായി ദൂഷണം പറഞ്ഞുവെന്ന് കുറ്റാരോപിതനായ വ്യക്തി ആരാണ്? ഉത്തരം: സ്തെഫാനോസ്. 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: 8 വർഷം രോഗിയായി കിടന്നു. ആരാണ്? രോഗമെന്ത്?
രോഗിയുടെ ദേശം ഏത്? ഉത്തരം രോഗിയായി കിടന്നത് ഐനയാസ്. രോഗം പക്ഷവാതം. ദേശം ലുദ്ദ. അടുത്ത ചോദ്യം, ഗോത്രപിതാവ് ആരാണ്? ഉത്തരം ദാവീദ്. 2-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ചോദ്യം, ഇപ്പോൾ ഭൂമിയിലുള്ള ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ പേര് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പേര്? ഉത്തരം ഷാരോൺ. 9-ാം അധ്യായം 35-ാം വാക്യം. അടുത്ത ചോദ്യം, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ ആരാണ്? ഉത്തരം മോശെ. 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ വാക്കുകൾ കേട്ട പൗലോസ് 18 മാസം ശുശ്രൂഷ ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊരിന്തിൽ. 18-ാം അധ്യായം 1, 10, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് പോയവർ ആരെല്ലാമാണ്? ഉത്തരം യൂദയും ശീലാസും. 15-ാം അധ്യായം 22, 27 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തർക്കസംഗതികൾക്ക് കൂട്ടുനിൽക്കാതെ യഹൂദന്മാരെ പുറത്താക്കിയ ദേശാധിപതി ആര്? ഉത്തരം ഗല്ലിയോൻ. 18-ാം അധ്യായം 12, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യുമെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞത് ആരെക്കുറിച്ചാകുന്നു? ഉത്തരം ദാവീദിനെക്കുറിച്ച്. 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരുടെ മുന്നിൽ വെച്ചാണ് ഹെരോദാവിനെ ദൂതൻ അടിച്ചത്? ഉത്തരം സോര്യരുടെയും സിദോന്യരുടെയും. 12-ാം അധ്യായം 20, 22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വസ്ത്രങ്ങൾ രോഗികളുടെ ശരീരത്തിലിട്ടപ്പോൾ സൗഖ്യം വന്ന ദേശക്കാർ ആരാണ്? ഉത്തരം ആസ്യ. 19-ാം അധ്യായം 10, 12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസ് 1.5 വർഷം താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത പട്ടണം ഏതാണ്? ഉത്തരം കൊരിന്ത്. 18-ാം അധ്യായം 8, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ കാലം വരെയാണ് ഇസ്രായേലിന് ദൈവം ന്യായാധിപന്മാരെ കൊടുത്തത്? ഉത്തരം ശമൂവേൽ പ്രവാചകൻ്റെ. 13-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, ശൗലിനെ തർസോസിൽ വെച്ച് കണ്ടെത്തി അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം ബർന്നബാസ്. 11-ാം അധ്യായം 22, 25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പുനരുദ്ധാന പ്രസംഗം കേട്ട് വിശ്വസിച്ച സ്ത്രീ ആരാണ്? ഉത്തരം ദമരീസ്. 17-ാം അധ്യായം 32, 34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൂർവകാലം മുതൽ വായിക്കുന്നതും പ്രസംഗിച്ചു വരുന്നതും എന്താണ്? ഉത്തരം മോശയുടെ ന്യായപ്രമാണം. 15-ാം അധ്യായം 21-ാം വാക്യം. അടുത്ത ചോദ്യം, അപ്പോസ്തലന്മാർ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നത് എവിടെയാണ്? ഉത്തരം ഇക്കൊന്യയിൽ. 14-ാം അധ്യായം 1, 3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സുബോധമില്ലാതെ കിലോമീറ്റർ യാത്ര ചെയ്തത് ആരാണ്? ഉത്തരം പത്രോസ്. 12-ാം അധ്യായം 7, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസിനെ വിടുവായനെന്നും അന്യാരാധനക്കാരനെന്നും പറഞ്ഞവരുടെ പ്രത്യേകത എന്താണ്? ഉത്തരം തത്വജ്ഞാനികൾ. 17-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, റോമാക്കാർ കുടിയേറിപ്പാർത്ത പട്ടണം ഏതാണ്?
ഉത്തരം ഫിലിപ്പിയ 16 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തതാര്? ദേശാധിപതിയുടെ പേരെന്ത്? ഉത്തരം വിശ്വാസം തടുത്തത് എലീമാസ്. ദേശാധിപതി സെർഗിയോസ് പൗലോസ്. 13 അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കൊടുങ്കാറ്റിലകപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ആകെ വ്യക്തികൾ എത്ര പേരാണ്? ഉത്തരം 276 പേർ. 27 അധ്യായം 37 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് 3 മാസം വീതം പാർത്ത 2 സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം യവനദേശം, മെലിത്ത ദ്വീപ്. 20-2, 28-11. അടുത്ത ചോദ്യം, യഹൂദിയിൽ നിന്ന് വന്ന് പൗലോസിനോട് ദൂത് പറഞ്ഞ പ്രവാചകൻ ആരാണ്? ഉത്തരം അഗബോസ്. 21 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെതിരായി വാദിക്കാൻ വന്ന അഭിഭാഷകൻ ആരാണ്? ഉത്തരം തെർത്തുലോസ്. 24 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, 3 ദിവസം പൗലോസിനും കൂട്ടർക്കും അതിഥി സൽക്കാരം നടത്തിയത് ആരാണ്? ഉത്തരം പുബ്ലിയോസ്. 28 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെതിരായി കഠിന ശപഥം ചെയ്തവർ എത്ര പേരായിരുന്നു? ഉത്തരം 40-ലധികം പേർ. 23 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇത് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം പൗലോസ് എഫെസോസ് സഭയിലെ മൂപ്പന്മാരോട്. 20 അധ്യായം 17-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കൈക്കൂലി ആഗ്രഹിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഫെലിക്സ്. 24 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഇത് ആരുടെ വാക്കുകൾ ആണ്? ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. 20 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് ആരെയാണ് ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നുവെന്ന് പുരുഷാരം ചിന്തിച്ചത്? ഉത്തരം ത്രോഫിമോസിനെ. 21 അധ്യായം 29 വാക്യം. അടുത്ത ചോദ്യം, ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞ വാക്ക് എന്താണ്? ഉത്തരം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു. 24 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിൻ്റെ വായ്ക്കടിക്കാൻ പറഞ്ഞത് ആരാണ്? ഉത്തരം മഹാപുരോഹിതനായ അനന്യാസ്. 23 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ആരെ കണ്ടപ്പോഴാണ് പൗലോസ് ധൈര്യം പ്രാപിച്ചത്? ഉത്തരം റോമിലെ സഹോദരന്മാരെ. 28 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെ ബന്ധിച്ചവർ ഭയപ്പെടാൻ കാരണമെന്താണ്? ഉത്തരം പൗലോസിൻ്റെ റോമ പൗരത്വം. 22 അധ്യായം 29 വാക്യം. അടുത്ത ചോദ്യം, ദമസ്കോസിൽ വെച്ച് പൗലോസ് കേട്ട ശബ്ദം ഏതു ഭാഷയിലായിരുന്നു? ഉത്തരം എബ്രായ ഭാഷ. 26 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, സ്ഥലമാണെങ്കിലും ആ സമയത്തിലൂടെ നാം ഓരോ ദിവസവും 2 പ്രാവശ്യം കടന്നു പോകുന്നു. ഏതാണ്? ഉത്തരം പത്തര. 21 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, യെരുശലേമിൽ പോകരുതെന്ന് പൗലോസിനോട് ആത്മാവിൽ പറഞ്ഞത് ആരാണ്?
ഉത്തരം സോരിലെ ശിഷ്യന്മാർ. 21 അധ്യായം 3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തടവുകാരെ കുല ചെയ്യുവാൻ ആലോചിച്ച പടയാളികളെ തടഞ്ഞ ശതാധിപൻ്റെ പേര് എന്താണ്? ഉത്തരം യൂലിയോസ്. 27 അധ്യായം 1-42-43 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സദൂക്യർ ഇല്ലെന്ന് വാദിക്കുമ്പോൾ പരീശന്മാർ ഉണ്ടെന്ന് പറയുകയും പ്രമാണിക്കുകയും ചെയ്യുന്നത് എന്തെല്ലാം? ഉത്തരം പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുമ്പോൾ ഇവ രണ്ടും ഉണ്ടെന്ന് പരീശന്മാർ പ്രമാണിക്കുന്നു. 23 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെ തടവിൽ സൂക്ഷിച്ച് ദയ കാണിക്കണമെന്ന് ശതാധിപനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫെലിക്സ്. 24 അധ്യായം 22-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നുവെന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഗമാലിയേൽ. 5 അധ്യായം 34-39 വാക്യം. അടുത്ത ചോദ്യം, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക ആര് ആരോട് പറഞ്ഞു? ഉത്തരം ആത്മാവ് പത്രോസിനോട്. 10 അധ്യായം 19-20 വാക്യങ്ങൾ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.